നമസ്കാരം. വെൽക്കം ടു രജീഷ് കിച്ചൺ ആൻഡ് വ്ലോഗ്. രജീഷ് കിച്ചൺ ആൻഡ് വ്ലോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. അൺബോക്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് ആണ്. ഇത് പരസ്യത്തിന് വേണ്ടിയൊന്നും ചെയ്യുന്നതല്ല. ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് മേടിച്ചൊരു പ്രോഡക്റ്റാണ്. പ്രോഡക്റ്റ് എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ബേസസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ഹാൻഡ് ഹെൽഡ് ഗിംബൽ സ്റ്റെബിലൈസർ ആണ്. അപ്പോൾ ഇതിന്റെ ഒരു ഉപയോഗം കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ തന്നെ പറഞ്ഞിരുന്നുണ്ട്. അതായത് നമ്മൾ സാധാരണ ഞാൻ ഇതുവരെയൊക്കെ വീഡിയോ ചെയ്തതെല്ലാം നമ്മൾ ഫോൺ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഗിംബലിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ കൈകൊണ്ട് എടുക്കുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ കുറച്ച് ഷേക്കൊക്കെ വരും. അപ്പോൾ വീഡിയോയ്ക്ക് വലിയ പെർഫെക്ഷൻ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഗിംബൽ സ്റ്റെബിലൈസർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പരമാവധി ഷേക്ക് കുറച്ച് തന്നെ ജെർക്ക് കുറച്ച് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് പൊട്ടിച്ച് അതിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ഒന്നുകൂടെ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് 2 സ്റ്റിക്കർ ടേപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ടേപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലെ ഒരു ബോക്സാണ് കാണാൻ പറ്റുന്നത്. ആ ബോക്സ് നമുക്ക് പുറത്തെടുക്കാം. ഇതൊരു കറുത്ത തെർമോക്കോൾ കൊണ്ട് നിർമ്മിച്ചൊരു ബോക്സാണ്. കൂടാതെ കുറച്ച് ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുമായിട്ട് കണക്ട് ചെയ്യാനുള്ള QR കോഡ്, കൂടാതെ 4 ഇമോജി സ്റ്റിക്കർ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വാറണ്ടി കാർഡ്, യൂസർ ഗൈഡ് അങ്ങനെയൊക്കെയാണ് അതിൽ വന്നിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്ന രീതിയിലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗിംബൽ സ്റ്റെബിലൈസർ. ഒരു കറുത്ത ബോക്സ് എൻ്റെ ഉള്ളിലുണ്ട്. അത് നമുക്ക് എന്താണെന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിൻ്റെ ഉള്ളിലായിട്ട് വന്നിരിക്കുന്നത് ഒരു ചാർജിങ് കേബിളാണ്. ഒരു C ടൈപ്പ് ചാർജിങ് കേബിളും അതുപോലെ തന്നെ ഒരു വെയിറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം. നല്ല ടൈറ്റിലാണ് ഇത് കമ്പനി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ടൈറ്റാക്കിയാണ് അത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഗിംബൽ പുറത്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതിലാദ്യമായിട്ട് നമുക്ക് ഈ ഒരു വെയിറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു വെയിറ്റ് നമുക്കിതിലേക്ക് ഒന്ന് ടേപ്പ് ചെയ്യണം. കാരണം വെയിറ്റ് കൂടിയ മൊബൈലുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാനാണ്. അപ്പോൾ ഈ വെയിറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു സ്റ്റിക്കർ നമുക്ക് കാണാം. ആ ഒരു സ്റ്റിക്കർ നമുക്ക് റിമൂവ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഭാഗത്തേക്ക് നമുക്കത് ഒന്ന് ഫിക്സ് ചെയ്യാം. നല്ല ഒരു കട്ടിയുള്ള പശയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അതിലേക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഗിംബലിൽ കണക്ട് ചെയ്യാനുള്ള മൊബൈൽ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അത് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ബേസസ് കൺട്രോൾ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഞാൻ ഓൾറെഡി അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫോണ് ഇതിലേക്കൊന്ന് മൗണ്ട് ചെയ്യാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്കിതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. കാരണം വളരെ എളുപ്പമാണ്. നല്ല സ്മൂത്തായിട്ടുള്ളൊരു പ്രതലമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വെയിറ്റ് നമുക്കൊന്ന് ബാലൻസ് ചെയ്യണം. അതിനായിട്ട് ഈ കാണുന്ന ഭാഗത്ത് നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും. വെയിറ്റിനനുസരിച്ച് നമുക്കത് സ്ലൈഡ് ചെയ്ത് ലെവൽ ചെയ്ത് വെക്കണം ഫോണ്. ഇപ്പോൾ ഈ സൈഡിലോട്ട് റൈറ്റ് സൈഡിലോട്ട് വെയിറ്റ് കൂടി നിൽക്കുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് വെക്കണം. അപ്പോൾ ബാലൻസ് ചെയ്യാനായിട്ട് ഈ സൈഡിൽ നമുക്കിത് കുറച്ച് ഇങ്ങനെ ഉള്ളിലേക്ക് വെക്കുമ്പോഴത്തേക്ക് വെയിറ്റ് അങ്ങോട്ട് പോകും. അത് നമ്മൾ വെക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഗിംബൽ സ്റ്റഡിയായിട്ട് നിർത്തിയതിന് ശേഷം വേണം അത് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ പവർ ബട്ടൺ ഒന്ന് ഓൺ ചെയ്യാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ പവർ ബട്ടൺ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ബേസസ് കൺട്രോളിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് ഓൺ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബേസസ് കൺട്രോൾ ആപ്ലിക്കേഷൻ ഓൺ ആയിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക് തന്നെ ബ്ലൂടൂത്തുമായിട്ട് ഗിംബലുമായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞു. നമുക്ക് ഈ ജോയ്സ്റ്റിക്കിൻ്റെ പ്രവർത്തനം ഒന്ന് നോക്കാം. ഈ ജോയ്സ്റ്റിക്ക് നമ്മൾ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുകയാണെങ്കിൽ ഇത് ടിൽട്ടപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അത് ബാക്കിലോട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ടിൽറ്റ് ഡൗൺ ചെയ്യാനുമായിട്ടാണ് നമുക്ക് ഈ ജോയ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ ജോയ്സ്റ്റിക്ക് 2 സൈഡിലേക്ക് നമുക്ക് പ്രസ് ചെയ്യുകയാണെങ്കിൽ, ലെഫ്റ്റ് സൈഡിലേക്ക് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് പാൻ ചെയ്യാനും അതുപോലെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് പാൻ ചെയ്യാനും ഈ ജോയ്സ്റ്റിക്ക് കൊണ്ട് പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ടൊരു റൗണ്ട് ബട്ടൺ നമുക്ക് കാണാൻ പറ്റും. ഈ റൗണ്ട് ബട്ടൺ നമ്മൾ ഫ്രണ്ടിലേക്ക് ഒന്ന് കറക്കുകയാണെങ്കിൽ നമുക്ക് സൂം ചെയ്യാനും അതുപോലെ ബാക്കിലോട്ട് ഒന്ന് തിരിക്കുകയാണെങ്കിൽ സൂം ഔട്ട് ചെയ്യാനും
ഉപയോഗിക്കാൻ പറ്റുന്നൊരു ബട്ടണാണ്. ഇനി ഇതിനകത്ത് നമ്മളൊന്ന് പ്രസ് ചെയ്ത് വിട്ടതിന് ശേഷം നമ്മൾ ഇത് കറക്കുകയാണെങ്കിൽ നമുക്ക് ഫോൺ ടിൽറ്റ് ചെയ്യാനും ടിൽറ്റ് ഡൗണും ടിൽറ്റ് അപ്പും ചെയ്യാനായിട്ടും ഈ ഒരു ബട്ടൺ കൊണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഗിംബലിൻ്റെ പുറകുവശത്ത് ഒരു ട്രിഗർ നമുക്ക് കാണാൻ പറ്റും. ഈ ട്രിഗർ പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗിംബൽ ഫുൾ ലോക്ക് മോഡിലായിരിക്കും. ട്രിഗർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുൾ ഫോളോ മോഡിലേക്ക് മാറുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ. ഇനി ഈ കാണുന്നതാണ് ഇതിൻ്റെ പവർ ബട്ടൺ. ഇത് നമുക്ക് ഓപ്ഷനും അതുപോലെ തന്നെ ലോക്ക് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അതിലുണ്ട്. പവർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഒരു ബട്ടൺ എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ബട്ടണാണ്. ഇത് നമുക്കൊന്ന് പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫോണിൽ റെക്കോർഡിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിൽ തന്നെ നമ്മൾ ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോസ് ആവുകയും അതുപോലെ നമ്മൾ 2 സെക്കൻഡ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ റീസ്യൂം ചെയ്യാനായിട്ട് നമ്മൾ ഒരു പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് റീസ്യൂം ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന 2 ഓപ്ഷനാണ് ഫേസ് ട്രാക്കിങ്ങും അതുപോലെ ടാർഗറ്റ് ട്രാക്കിങ്ങും. അപ്പോൾ ഫേസ് ട്രാക്ക് ചെയ്യാനും ടാർഗറ്റ് ട്രാക്ക് ചെയ്യാനും ഒക്കെ ഈ 2 സംഭവം കൊണ്ട് പറ്റും. ഇനി ഇതിൻ്റെ താഴെയായിട്ട് ക്യാമറയുടെ ഒരു ഓപ്ഷൻ കാണാം. ക്യാമറയുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വീഡിയോ റെസൊല്യൂഷൻ, ബ്യൂട്ടി മോഡ്, ഫിൽറ്റർ, വൈറ്റ് ബാലൻസ്, അങ്ങനെയാണ് ക്യാമറയുടെ കുറച്ച് ഓപ്ഷൻസാണ് അതിൽ വന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ താഴെയായിട്ട് ഗിംബലിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗിംബലിൻ്റെ കുറച്ച് മോഡ്, അതുപോലെ ജോയ്സ്റ്റിക്ക്, വീല്, ട്രിഗർ ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളും സ്ലോ ആക്കാനും സ്പീഡാക്കാനും ഒക്കെ ഉള്ള പ്രവർത്തനങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഗിംബലിലെടുത്ത 1-2 ഷോട്ട്സുകളൂടി കാണാം.